ഇത് നോക്കിയ എന്തുവാ? നോക്കി ഡംപ്ലിങ്സ് ഇട്ടിട്ട് ഒരു പെസ്റ്റോ സോസിൽ ഇങ്ങനെ കലക്കി. വേണ്ട, രാവിലെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു 9 നിരയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്ത് നിൽക്കുവാണോ? തലയാട്ടമുള്ളൂ. നൗ സെർവിങ് മാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ, ടെംപ്റ്റിംഗ് ഫോട്ടോ. പച്ചച്ചായ കലക്കിയതാ. Yeah. ഇംഗ്ലണ്ടിലുണ്ടോ? UK, ഓസ്ട്രേലിയ മാത്രമേ പയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞ് ഇംഗ്ലണ്ടിലുണ്ടാവുമോ? ഇംഗ്ലണ്ടിലുണ്ടാവും. ബീഫ് പൈ ഇതിന് ഏകദേശം നമ്മുടെ നാട്ടിലെ ബീഫ് കറിയുടെ ചൊക്കെയുണ്ടല്ലേ? ബീഫ് കറി, ബീഫ് പപ്സ് പോലെ. ബീഫ് പപ്സിനകത്ത് ബീഫ് കറി ഒഴിച്ചായിരിക്കുന്ന പോലത്തെ ബീഫ് കറിയായിട്ടായിരിക്കുന്നത്. കഴിച്ചിട്ടില്ലല്ലോ അധികം. എങ്ങനെയുണ്ട്? പക്ഷെ ഭയങ്കര ചൂടാ. പയ്യ എപ്പോഴും മോട്ടിയാറിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഒരു കെച്ചപ്പ് വേണം ചോദിക്കാറുണ്ടേ. നമുക്ക് വേണ്ടെന്ന് പറയാറുണ്ട്. എന്താ 30 സെന്റ് കൂടുതൽ അവിടെ. പക്ഷെ കെച്ചപ്പ് വെച്ച് കഴിക്കാൻ നല്ല രസമുണ്ട്. ഇത് തന്നെയായിരുന്നു മോക്കയും കാപ്പിയും തമ്മിൽ തന്നെ വ്യത്യാസം. ഒരു കോഫി ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് മിക്സാ. സോ ഇപ്പം ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാപ്പിയുടെ ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നത്തില്ലേ? അങ്ങനെ കൊള്ളാമെന്ന് തോന്നിയ കുറച്ച് പേരുണ്ടാക്കിയ ഒരു ഐറ്റമാണ് മോക്ക. മോക്കയിൽ പക്ഷെ സാധാ കാപ്പിയല്ല, എക്സ്പ്രസ്സോ ഉപയോഗിക്കണം. റിഫൈൻഡ് എക്സ്പ്രസ്സോ ഷോട്ടും കാപ്പിയും കൂടെ അല്ല, ഹോട്ട് ചോക്ലേറ്റും കൂടെ മിക്സ് ആകും. മോക്ക കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കാപ്പി വെറുക്കും. ഡിസൈൻ കണ്ടോ? ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും ഓഫീസിലെ കോഫി മെഷീൻ. ഹൃദയം വരയ്ക്കും ഇതേപോലെ? ഹൃദയമല്ല, പൂവുണ്ട്. ഞാൻ വരച്ച പൂവുണ്ട്, കാണിച്ചു തരാം. പൂവിൻ്റെ ഫോട്ടോ സൈഡിൽ കാണിക്കാം. കഴിക്കേണ്ട ഫുഡ് വരെ വെയിറ്റ് ചെയ്യണം. എന്തായിരുന്നു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്? എൻ്റെ വരവായി. സോർഡോ ബ്രെഡ് ഉണ്ട്, കാഴ്ചയ്ക്ക് എന്തൊക്കെയോ ഭംഗിയുള്ള സാലഡ് ഉണ്ട്, ബേക്കൺ ഉണ്ട്, മഷ്റൂം ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മഷ്റൂം വേണം തുടങ്ങി. ആക്ച്വലി നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ, ഇച്ചിരി ഗാർലിക്കും ഒരു പച്ചമുളകും കൂടി ഇട്ട് ഇങ്ങനെ സോട്ട് ചെയ്തെടുത്താണ്ടല്ലോ നല്ല ടേസ്റ്റ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്നറിയോ? ഈ ടൈപ്പ് മഷ്റൂമാ അല്ല, നമ്മുടേതും ചെയ്യാം ചെറുതായിട്ട്. ഇതിന്റെ അടിവശം കണ്ടോ? ഇതാ കരിച്ചെടുക്കുന്നതല്ല, ആ ടൈപ്പ് മഷ്റൂമാ. ബ്രൗൺ എന്തോ ഒരു സാധനം ഉണ്ട്. പക്ഷെ നമ്മളെ ചേച്ചിമാർ ഇങ്ങനെ ചെയ്യും. ബ്രൗൺ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഇങ്ങനെ ആക്കി എടുത്തതോ അങ്ങനെ എന്തോ ആണ്. എന്നിട്ട് അത് ഭയങ്കര ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇങ്ങനെ ചെയ്ത് ചുരുക്കിയെടുത്ത് നല്ല ടേസ്റ്റ്. റോസ് സിഡ്നിയിൽ ചേച്ചി ഉണ്ടാക്കും. മൊക്കയുണ്ട്, അടിപൊളി വ്യൂ ഉണ്ട്. ബ്രെഡ് അവസാനം ടേസ്റ്റ് ചെയ്താൽ നിന്ന് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഈ എഗ്ഗും ഈ ബ്രെഡ് തന്നെയല്ലേ? ബ്രെഡ് വേണോ? ഈ ബ്രെഡ് വേണോ? ബ്രെഡ് കുറച്ച് മതി. ഇതൊരു റൈയാ, അത് ഭയങ്കര പാടാ. നോർമൽ ബൂളിസിന്നൊക്കെ ഭയങ്കര റൈ കഴിക്കാൻ. എന്താ ഇച്ചിരി ഹെൽത്തി ബ്രെഡാന്ന് പറയപ്പെടുന്ന ബ്രെഡാ. പൈസ കൂടുതലാണ്. പൈസ ഒന്നും കൂടുതലാ. റൈ ധാന്യങ്ങൾ ഒരുപാടുണ്ട്. മൾട്ടിഗ്രെയിൻ്റെ കുറച്ചും കൂടെ റിഫൈൻഡ് വേർഷൻ അങ്ങനെ എന്തോ ആണ്. കറക്റ്റ്ലി എന്താണെന്ന് അറിയില്ല. റൈ കഴിക്കാൻ ഭയങ്കര പാടാ. പക്ഷെ എനിക്ക് പാടില്ലല്ലോ. ഇത് വൈറ്റാ. അല്ല, നോർമലി പാടാ, പക്ഷെ ഇത് നല്ലതാ. വേണ്ടേ? വേണ്ട, കഴിച്ചു. എന്തൊരു സന്തോഷം. ഇത് വൈറ്റ് ബ്രെഡ്, അത് നല്ലതാ. ഇത് കുറച്ചും കൂടെ നമുക്ക് സൂത്തിങ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നു റൈ ആണ് നല്ലത്, സോർഡോ അടിപൊളിയല്ല, അല്ല വൈറ്റ് അടിപൊളിയല്ല. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. പറഞ്ഞ പോലെ റിഫൈൻഡ് ആയിട്ടുള്ള എന്തും വിഷമാണെന്നാണല്ലോ പറയണേ.
റിഫൈൻഡാണോ? അല്ല, വൈറ്റ്. റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാം വിഷമാണ്, പക്ഷെ നമ്മൾ വിഷം തിന്നിട്ട് വിഷത്തിന് സസെപ്റ്റബിൾ ആവണം. പണ്ട് രാജാവ് മരിക്കാണ്ടിരിക്കാൻ വേണ്ടി ദിവസം വിഷം കഴിക്കുമായിരുന്നു. എന്നിട്ട് പുള്ളിനെ പോയിസൺ ചെയ്തപ്പോൾ പുള്ളി ചത്തില്ല. എല്ലാം വിഷം അടിച്ചേറ്റണം, ക്യാൻസറും തിന്നണം. അതേത് രാജാവാ? പുള്ളിയുടെ പേര് പറഞ്ഞത് ശരിക്കും ഐ ഗസ് ഇറ്റ് വാസ് പഴശ്ശി. പരസ്യോ? ആണ്, പരശ്ശിയല്ല പഴശ്ശി ആണെന്ന് തോന്നുന്നു. പുള്ളിയുടെ മോതിരത്തിൽ വിഷം ഉണ്ടായിരുന്നു. അല്ല, പുള്ളിയുടെ മോതിരത്തിൽ വിഷം ഉണ്ടായിരുന്നു. ഇതല്ല, പഴശ്ശിയല്ല, വേറെ ഏതോ രാജാവാ. പുള്ളിനെ പോയിസൺ ചെയ്യുന്ന പുള്ളിക്കൊരു തോന്നലുണ്ടായി. പുള്ളി അപ്പം ഓവർ എ പീരീഡ് ഓഫ് ടൈം സ്ലോലി പുള്ളീനെ തന്നെ പോയിസൺ ചെയ്തു, ഇൻടോക്സിക്കേറ്റ് ചെയ്തു. അങ്ങനെ പുള്ളി ആ വിഷത്തിന് ടോളറൻ്റ് ആയി. എന്ന് പറഞ്ഞ മാതിരി എല്ലാ സാധനവും തിന്നാം, എന്നിട്ട് തന്നെ ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്ത് ഒഴിവാക്കുക. അങ്ങനെയുണ്ട് തിന്നാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ. നല്ല മണ്ടൻ തീരുമാനം. എല്ലാം കഴിക്കുക, എല്ലാം അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന മാതിരി അളവാണ് പ്രശ്നം. എന്തും കഴിക്കാം. ഇറച്ചി കഴിക്കല്ലേ, പച്ചക്കറി കഴിച്ചാലേ ജീവിതം രക്ഷപ്പെടുള്ളൂ, അങ്ങനെയല്ല. എന്തും കഴിക്കാം. ഇറ്റ് ഷുഡ് ബി ഓൺ എ ലിമിറ്റ്. ലിമിറ്റ് എന്ന് വെച്ചാൽ വയറ് നിറയണ ലിമിറ്റ് അല്ല, ഷുഡ് ബി ഓൺ എ ലിമിറ്റ് ഓൺ ഗുഡ് സ്കെയിൽ. മുട്ടയുടെ മാതിരി ഉണ്ണി പൊട്ടാതെ കഴിക്കാൻ പോകണോ? ഇതിനകത്ത് വട്ടം വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ പോച്ച്ഡ് പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് കുക്ക്ഡ് പോലെയായി, ഇരുന്നിട്ട് ചൂട് കൊണ്ട്. കണ്ടോ, ഇതല്ല പോച്ച്ഡ്, ആക്ച്വലി ജെല്ലി പോലെ ഒഴുകണം. കുക്ക്ഡായി ഓൾമോസ്റ്റ്, ബോയിൽഡ് എഗ് പോലെ. പ്ലേറ്റ് ഓൾമോസ്റ്റ് കാലിയാവാറായി. നടക്കാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കണേലാണ് കൂടുതൽ ശ്രദ്ധ. എല്ലാം കൂട്ടി കുഴിച്ചിട്ട് പരിവായിട്ടുണ്ട്. പോച്ച്ഡ് എഗ്സ് എല്ലാം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് അടിച്ച് പൊളിച്ച് തകർത്തിട്ടുണ്ട്. എൻ്റെ മുകളിലൊരു ഇല ഇരിക്കണ്ടല്ലോ, ഹാഷ് ബ്രൗൺ, ബേക്കൺ, സ്പിനച്ച്, കാരമലൈസ് ചെയ്ത് കറുപ്പിച്ച് സെറ്റാക്കിയ മഷ്റൂം, പോച്ച്ഡ് എഗിൻ്റെ സോസല്ല, യോക്ക്. നമുക്ക് തക്കാളി കഴിച്ചില്ല. തക്കാളി കഴിച്ചില്ല. ഒരു തക്കാളി ഞാൻ കഴിച്ചു. എനിക്ക് തക്കാളി വേണ്ട. ആണോ? എന്നാ ഇത് ഞാനങ്ങ് എടുക്കുക. വേറൊരാളുടെ പ്ലേറ്റിൽ കൈയിടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര നേരം ഇത് മിക്സ് ചെയ്തല്ലോ കഴിച്ചേ? അല്ല, അതിൻ്റെ ടേസ്റ്റാ. മിക്സ് ചെയ്ത് കഴിക്കുന്നത്. ഞാനാ ശരിക്കും ആക്ച്വലി അക്കൂൻ്റെ പ്ലേറ്റിൽ കൈ ഇടണേ. ഗെറ്റിംഗ് ടു ദ ലാസ്റ്റ് ബൈറ്റ്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഏത് പ്ലേറ്റ്? ബ്രെഡ് ടേസ്റ്റ് ഇല്ല, ബ്രെഡ് അവസാനം ടേസ്റ്റ് ചെയ്യാം. ഇതോ? ശുഭം. ചെയ്യാൻ വെച്ചായിരുന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം. റിസർവ്ഡ് ആയിരുന്നു ഇവിടെ, അങ്ങ് അറ്റത്ത് കാഴ്ചയുള്ളൊരു ടേബിള്. ആ പുള്ളിക്കാരി ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം മെനു ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇരുന്നോ, ഞാൻ പിന്നെ മെനു അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഭയങ്കര സ്വീറ്റായിരുന്നു. എന്നിട്ട് ഞാൻ ടേബിൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പോയി. താങ്ക് യു ഫോർ ദ മോക്ക ഓപ്ഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് മോക്ക ഇഷ്ടപ്പെടുന്നു. Thank you for the appreciation. ഓ, അവിടെ എന്താ പറഞ്ഞേ? അവിടെ നല്ല കാഴ്ചകൾ, സമാധാനം, സന്തോഷം. എല്ലാവരും വന്ന് ആ ക്ഷീണം മാറ്റി വ്യൂ എൻജോയ് ചെയ്യല്ലേ, നടന്നു വന്ന്. കഷ്ടപ്പാടാണ് ഇവിടുത്തെ മനുഷ്യർക്കല്ലേ. ശനിയാഴ്ച രാവിലെ എണ്ണീറ്റ് നമുക്ക് തോന്നുന്നു അവർക്ക് തരക്ക ഓളമാണോ? അല്ല, ഇവരുടെ കഷ്ടപ്പാട് ആൾക്കാർ പറയാണ് ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്താ കഷ്ടപ്പാട്? രാവിലെ ശനിയാഴ്ച രാവിലെ 6 മണിക്ക് എണ്ണീറ്റ്. ആകെ ജോലിയില്ലാത്ത 2 ദിവസം, അതിൽ ഒരെണ്ണം മോസ്റ്റ്ലി ലൈക്ലി എന്തെങ്കിലും ഞായറാഴ്ച എന്തെങ്കിലും പരിപാടിക്ക് പോകും, ഈവന്റ്സോ അങ്ങനെ എന്തെങ്കിലും പള്ളി പരിപാടികളൊക്കെ ആയിട്ട് പോകും. പക്ഷെ
ഈ മല കയറി 5 എത്ര ഹൈറ്റാന്ന് എനിക്കറിയില്ല, അത്രയും മല കയറി ഒരു അച്ചീവ്മെന്റ് പോലെ ഇവിടെ ആക്ടിവിറ്റി കയറി ഫ്രീക്സ് ആണ് ഇവിടെ ഉള്ള എല്ലാവരും. ഫിറ്റ്നസ് കോൺഷ്യസ് ആണ്. അതെ, എന്തൊരു കഷ്ടപ്പാടാണ് അവരെടുക്കുന്നത് നോക്കിക്കേ. ശനിയാഴ്ച രാവിലെ ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണ്. കിടന്നുറങ്ങിയാൽ മതിയല്ലോ. ആ അവർക്ക് എവിടെയെങ്കിലും കിടന്നുറങ്ങി, അതായത് ലേറ്റ് ആയിട്ട് എൻ്റെ ഒരു 10-11 മണിയാകുമ്പോൾ എനിക്ക് ബ്രഞ്ച് പോലെ കഴിച്ച് ഡേ എൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഈ ഡേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഗുഡല്ലേ. അതെ അതെ, ഭയങ്കര ഒരു എനർജി വ്യത്യാസമുണ്ട്. സുസ്മി രാവിലെ 6 മണിക്ക് 5:30 എണീറ്റിട്ട് അത് സ്കൈ ഡൈവിങ് പോയപ്പോൾ തിരിച്ചു വന്നിട്ട് പറയുമായിരുന്നു, നമുക്ക് ആക്ച്വലി രാവിലെ 8 മണി വരെ കുറെ സമയമുണ്ടല്ലേ. 5 to 8 ഒരുപാട് സമയമുണ്ട്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്. മോർണിംഗ് ബേർഡ് ആണ് ഭയങ്കര അടിപൊളിയാണ്. ആ എണ്ണിക്കാനുള്ള ഒരു പാടേ ഉള്ളൂ. പക്ഷെ നമ്മൾ എണ്ണിക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ ഇന്നൊരു മോട്ടിവേഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ തലേദിവസം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച്, അപ്പം ആ എടുത്ത് വെച്ച ഒരു ഓർമ്മ രാവിലെ എണ്ണിക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പം നമുക്ക് ആ ഒരു പുഷിൽ എനിക്ക് പോകുന്നു. അതെ അതെ. അല്ല ഇപ്പൊ രാവിലെ ഞാൻ എണ്ണിക്കുമ്പോൾ ഇനി ഡ്രസ്സ് തപ്പണമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ മടിയാവണേ. ഓണായിട്ട് എണീക്കണം. നമുക്ക് ആക്ച്വലി ഹാഫ് ആൻ അവർ യാത്രയുണ്ട്, ആ യാത്രയിലെങ്കിലും ഓണാവണം. പക്ഷെ വൺസ് നടന്നു വന്നാൽ ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത്. താങ്ക് യു സോ മച്ച്. Are you expecting more guests today? Like more reservations? Usually on the weekends? Okay. Yeah. I will take this. Yeah, thank you so much. എന്താ പറഞ്ഞു തന്നെ? അതെ, ഇത് കഴിഞ്ഞ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് പ്രത്യേകിച്ച് നമ്മൾ വന്ന് കഴിക്കണമെന്നേ ഉള്ളൂ, അതിനി കുറയ്ക്കണം. അല്ല ഒരു കാപ്പിയിൽ കുറയ്ക്കാം. ഹെൽത്തി സാധനമല്ലോ കഴിക്കണേ. അതെ, അല്ലെങ്കിൽ ഇനി ചെന്നിട്ട് ലഞ്ചേ കഴിക്കാവൂ. ഐ മീൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ കഴിക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, കട്ട് ചെയ്യാം. എനിക്ക് കോഫി കുടിക്കാനും താല്പര്യമില്ല വന്നിട്ട്. പക്ഷെ ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഇവിടെ ഒരു മോട്ടിവേഷന് വേണ്ടി, അതെ, തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷന് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയും നമുക്ക് ഇതേപോലത്തെ സാധനങ്ങൾ ചെയ്യാം, ചെയ്തുകൊണ്ടേയിരിക്കാം. ബി കൺസിസ്റ്റന്റ്, ലിവ് ഔട്ട് ദ ഡേ, ലിവ് നൗ. അതെ, രാവിലെ എണീക്കുക. ഈ ഓടാൻ പോയി തുടങ്ങാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാവിലെ നമ്മുടെ പോർട്ട് റോഡിന്റെ നടുകെ കൂടെ ഉള്ള സ്ഥലത്ത് ഓടി നോക്കാം. യു വിൽ സീ ഹൗ ഇറ്റ് ഗോസ്. ഭയങ്കരമായിട്ട് ആ സ്കില്ല് വെച്ചിട്ട് പുള്ളിക്കാരിത്തീനെയും വീഡിയോ എടുക്കുന്ന ആ സാധനം പഠിപ്പിച്ച്, അതായത് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പുള്ളിക്ക് നല്ലൊരു സ്കില്ലുണ്ട്. അതാണ് പുള്ളിയുടെ മെയിൻ. പിന്നെ ഹെവി കോൺഫിഡൻസ്. ജെൻ ആൽഫയാ 6-7 ആൾക്കാരത്.